99ന്റെ വർഗ്ഗത്തോട് എന്ത് കൂട്ടിയാൽ 100ന്റെ വർഗ്ഗം കിട്ടും? 99ന്റെ സ്ക്വയറിനോട് എത്ര കൂട്ടിയാലാണ് 100ന്റെ സ്ക്വയർ കിട്ടുക എന്നാണ് ചോദ്യം. ഒരു ചോദ്യത്തിൽ എന്ത് കൂട്ടിയാൽ എന്ന് വന്നാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കാണാൻ എന്ത് കൂട്ടിയാൽ എന്നുള്ളതിന് ശേഷം എന്താണോ അതെന്ന് എന്ത് കൂട്ടിയാൽ എന്നതിന് മുമ്പുള്ളത് എന്താണോ അത് കുറയ്ക്കുക. ഇവിടെ എന്ത് കൂട്ടിയാൽ എന്നതിന് ശേഷം എന്താണ്? 100ന്റെ വർഗ്ഗം എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 100 സ്ക്വയർ അതെന്ന് കുറയ്ക്കണം. ഏത്? എന്ത് കൂട്ടിയാൽ എന്നുള്ളതിന് മുമ്പുള്ളത് അതെന്താ? 99ന്റെ സ്ക്വയർ. 100 സ്ക്വയർ മൈനസ് 99 സ്ക്വയർ ഇതാണ് കാണേണ്ടത്. ഇതിന് നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഐഡൻറ്റിറ്റി സർവ്വസമവാക്യം. ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെയാണ് 100 സ്ക്വയർ മൈനസ് 99 സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് ഇവിടെ എ സ്ക്വയർ 100 സ്ക്വയർ ആണ്, എ സ്ക്വയർ 100 സ്ക്വയർ ആണ്, ബി സ്ക്വയർ 99 സ്ക്വയർ ആണ്. അപ്പോൾ എ 100ഉം ബി 99ഉം ആണ്. അപ്പോൾ എ പ്ലസ് ബി നമുക്ക് എന്താ എഴുതാം? 100 പ്ലസ് 99 ഇൻറ്റു എ മൈനസ് ബി 100 മൈനസ് 99. 100ഉം 99 കൂട്ടിയ 199 ഇൻറ്റു 100ന്ന് 99 കുറച്ചാൽ 1, 199 ഇൻറ്റു 1 ഉത്തരം 199. അതായത് 99ന്റെ വർഗ്ഗത്തോട് 199 കൂട്ടിയാൽ 100ന്റെ വർഗ്ഗം കിട്ടും. 3 1/2 പ്ലസ് 6 1/2 കുറയ്ക്കണം 7 1/2 ഇൻറ്റു 2/5. അപ്പോൾ 3.5 കൂടെ 6.5 കൂട്ടണം. ആ തുകയിൽ നിന്ന് 7.5 കുറയ്ക്കണം. ഇത് ഒന്നിച്ചിട്ടുള്ള ഫലത്തെ നമുക്ക് 2/5 കൊണ്ട് ഗുണിക്കണം. ബ്രാക്കറ്റ് ഇട്ടാൽ ഗുണിക്കണം എന്നാണ്. അതിൽ 3.5യും 6.5യും കൂട്ടിയാൽ 3.5യും 1/2യും 4, 4 6 10 എന്ന് വന്നു. പിന്നെന്താണ്? കുറയ്ക്കണം 7.5 ഇൻറ്റു 2/5. 10ന്ന് 7.5 കുറച്ചാൽ 2.5 കാരണം 7.5 കൂടെ 2.5 കൂട്ടി 7.5യും 1/2യും 8ഉം 2 10 എന്ന് കിട്ടും. അപ്പോൾ 10ന്ന് 7.5 കുറച്ചാൽ 2.5 എന്ന് കിട്ടി. ഇനി ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു 2/5. ഈ 2 1/2 മിശ്രഭിന്നാണ്, മിക്സഡ് ഫ്രാക്ഷൻ. അതിനെ എങ്ങനെ മാറ്റുക? ഈ 2 4 1 കൂട്ടുക 5/2 എന്ന് വരും. 5/2 ഇൻറ്റു 2/5. നമുക്ക് 2ഉം 2ഉം വെട്ടിപ്പോവും, 5ഉം 5ഉം വെട്ടിപ്പോയിട്ട് ഉത്തരം 1. 1.1 പ്ലസ് 1.01 പ്ലസ് 1.001 ഹരിക്കണം 31.11. 1.01 1.01 ഇതെല്ലാം കൂടി കൂട്ടണം. കിട്ടുന്ന തുകയെ 31.11 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി കൂട്ടുക. 1.1 1.01 1.001 കൂട്ടുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 1 1 1 ദശാംശം 3 3.111 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് 31.11 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 3.111 ഹരിക്കണം 31.11. ദശാംശ സംഖ്യകളുടെ ഹരണം വരുമ്പോൾ അംശത്തിൽ എത്ര സ്ഥാനമുണ്ട്? ദശാംശം കേട്ട് 3 സ്ഥാനമുണ്ട്. ഛേദത്തിൽ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. എവിടെയാണ് കൂടുതൽ നോക്കുക? കൂടുതൽ അംശത്തിലാണ്. അപ്പോൾ അംശത്തിൽ ദശാംശം 3 ഉണ്ട്, അത് നീക്കിക്കളയുക. 1 2 3 ഈ ദശാംശം നീക്കി ഇങ്ങോട്ട് എത്തിച്ചാൽ പിന്നെ ദശാംശം ഇല്ലാണ്ടായി. അപ്പോൾ ഈ സംഖ്യ എത്രയായി? 3111 3111 അപ്പോൾ അംശത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 3 സ്ഥാനം വലത്തോട്ട് നീക്കി. 3 സ്ഥാനം. അപ്പോൾ ഛേദത്തിലും തുല്യമായി 3 സ്ഥാനം നീക്കണം. പക്ഷേ ഛേദത്തിൽ ഇവിടെ 1 2 സ്ഥാനമേ ഉള്ളൂ. 3 സ്ഥാനാവാൻ നമ്മളിവിടെ ഒരു 0 ചേർക്കണം. അപ്പോൾ എന്ത് വരും? 31,110 എന്ന് വരും. 31,110/31,110. നമുക്കിതിനെ 3111 കൊണ്ട് വെട്ടിച്ചുരുക്കാം. ഇവിടെ വെട്ടിച്ചുരുക്കുമ്പോൾ ഒരു പ്രാവശ്യം 3111 വെട്ടിച്ചുരുക്കുമ്പോൾ 1 വരും. ഇവിടെ ഈ 3111 ഒരു പ്രാവശ്യം പിന്നെ ഒരു 0. അപ്പോൾ നമുക്ക് 1/10 എന്ന് കിട്ടി. 1/10 എങ്ങനെ ചെയ്യുക? 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ ഉത്തരം 0.1. 1800 രൂപ പരസ്യ വിലയുള്ള സാധനം 1440 രൂപയ്ക്ക് വിറ്റാൽ ഡിസ്കൗണ്ട് ശതമാനം കാണുക. അപ്പോൾ ഇതിൻ്റെ ഒരു സാധനത്തിൻ്റെ പരസ്യവില 1800 രൂപയാണ്. അത് വിൽക്കുന്നത് 1440 രൂപയ്ക്കാണ്. അതായത് വില കുറച്ചിട്ടാണ് വിൽക്കുന്നത്. വിലക്കുറവുണ്ട്, അതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിലക്കുറവാണ്. അപ്പോൾ 1800 രൂപ പരസ്യവില 1440 രൂപയ്ക്ക് വിൽക്കുന്നു. ഡിസ്കൗണ്ട് ശതമാനം കാണണം, വിലക്കുറവിൻ്റെ ശതമാനം. നമുക്ക് ആദ്യം വിലക്കുറവിൻ്റെ ശതമാനം കാണാൻ വിലക്കുറവ് കാണുക, അതായത് ആദ്യം ഡിസ്കൗണ്ട് കാണുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വില കുറവുണ്ടെന്ന് നോക്കുക. അതിന് 1800 രൂപയ്ക്ക് പരസ്യവില ഉള്ളത് 1440 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഇത് കുറച്ച് കണ്ടുപിടിക്കുക. 1800
1440 രൂപ കുറയ്ക്കുക. 0 6 4 10 1 4 5 3 8 360 എന്ന് കിട്ടി. അപ്പോൾ ഡിസ്കൗണ്ട് 360 രൂപയാണ്. ഇനി നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കാണണം. ഡിസ്കൗണ്ട് ശതമാനം കാണുന്നുള്ള സൂത്രവാക്യം ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100 ആണ്. ഇൻറ്റു 100 ഇതാണ് ഡിസ്കൗണ്ട് ശതമാനം കാണുന്ന സൂത്രവാക്യം. ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100. ഇതിൽ വില കൊടുക്കുക. ഡിസ്കൗണ്ട് എത്രയാണ്? 360 ബൈ പരസ്യവില എത്രയാണ്? 1800 ഇൻറ്റു 100. നമുക്കിതിൽ ഈ 100ഉം ഈ 2 പൂജ്യവും വെട്ടിക്കളയാം. ബാക്കി 36ൽ 18 2 പ്രാവശ്യം, 18 36 1 പൂജ്യവും. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 20%.